കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് റോമലേഖനം 13-ാം അധ്യായം നമുക്ക് തീർക്കാനായിട്ട് ശ്രമിക്കണം. റോമലേഖനം 13-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 13. നമ്മൾ നേരത്തെ പഠിച്ചതും ഓർത്തതും കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ദൈവത്തെ എങ്ങനെ സേവിക്കണം എന്നുള്ളത് 12-ാം അധ്യായം തുടങ്ങി അതിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന വിഷയമാണ്. 12-ാം അധ്യായം നമ്മൾ കണ്ടു എങ്ങനെ ഒരു ദൈവ പൈതൽ ദൈവത്തെ സേവിക്കണം, അവൻ എങ്ങനെ ഒരു ദൈവസഭയിൽ വർത്തിക്കണം, സുബോധമായി വർത്തിക്കണം, അവന് ലഭിച്ച കൃപാവരങ്ങൾ സുബോധത്തോടെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം വിശ്വാസത്തെളവ് പങ്കിട്ടതുപോലെ അവന് ജീവിക്കുവാനായിട്ട് കടംപെട്ടവനാണ്. ദൈവം നമുക്ക് നൽകിയ കൃപാവരങ്ങളിൽ തന്നെ ഇരിപ്പാനായിട്ട് ആവശ്യപ്പെടുന്നു. പ്രവചനമെങ്കിൽ അതിൻ്റെ 6-ാം വാക്യം തുടങ്ങി വായിക്കുന്നുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. ദൈവം ഒരു കാര്യം ഓർപ്പിക്കുന്നു, യേശുക്രിസ്തു നമ്മളെ വിശ്വസിച്ച ഒരു കൃപാവരം ഏൽപ്പിച്ചു, നാം അതിൽ തന്നെ ഇരിപ്പാനായിട്ട് ആവശ്യപ്പെടുന്നു. ഒരു ടീച്ചറാണ്, ഒരു ഉപദേഷ്ടാവാണെങ്കിൽ അവൻ അതിനകത്ത് തന്നെ മുഴുകിയിരിപ്പാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. അവൻ പഠിക്കണം, അവൻ ശുശ്രൂഷിക്കണം, അവനെ തന്നെ ആ വിഷയത്തിൽ തിമോഥെയോസിനോട് രേഖപ്പെടുത്തിയ പോലെ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, കൃപാവരം ഒന്നുകിൽ പ്രയോജനം ചെയ്യും, അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് കളയും മനുഷ്യൻ. ആ വിധത്തിൽ നമ്മൾക്ക് ലഭിച്ച കൃപാവരം എന്തെന്നുള്ളത് ഓർത്ത് നമ്മൾ അതിൽ തന്നെ മുഴുകിയിരിപ്പാനായിട്ട് ആവശ്യപ്പെടുന്നു. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ് നാം ലഭിച്ച കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്തു 12-ാം അധ്യായം ദൈവസഭയിൽ നമ്മളെങ്ങനെ വർത്തിക്കണം. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രധാനമായി ഒരു ഭരണകൂടത്തോടുള്ള ബന്ധത്തിൽ നമ്മളെങ്ങനെ വർത്തിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ 7 വാക്യം വായിക്കുമ്പോൾ ദൈവമാണ് ഒരു ഭരണകൂടത്തെ ആക്കുന്നത്. നമ്മൾക്ക് ചിന്തിപ്പാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിലെ ഭരണകൂടങ്ങളെ ദൈവം ആക്കുന്നു. അതർവൈസ് ഗോഡ് ഡെലിഗേറ്റ്സ് അതോറിറ്റി. ദൈവമാണ് ഒരു അതോറിറ്റിയെ ഡെലിഗേറ്റ് ചെയ്യുന്നതെന്ന് ഈ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനോട് മറുതലിക്കുകയാണെങ്കിൽ ദൈവ വ്യവസ്ഥയോട് അല്ലെങ്കിൽ ദൈവത്തോട് തന്നെ മറുതലിക്കുന്നവരാണ്. നമ്മൾ ഓർക്കണം, അതുകൊണ്ടാണ് ഒരു നല്ല വിശ്വാസി, ഹി വിൽ ബി എ ഗുഡ് സിറ്റിസൺ, അവനൊരു നല്ല പൗരൻ കൂടെ ആയിരിക്കും. നമുക്ക് ആദ്യത്തെ 7 വാക്യം ഒന്ന് വായിച്ചിട്ട് ആ ഭാഗം ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്ക് ദുഷ്പ്രവൃത്തിക്ക് അത്രേ ഭയങ്കരം, സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്ക് അത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ, നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രതികാരിയായി ദൈവ ശുശ്രൂഷകാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയും മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ചും കീഴടക്കുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടവർക്ക് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടതിന് ഭയം, മാനം കാണിക്കേണ്ടതിന് മാനം. നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. ആദ്യത്തെ 7 വാക്യം ഒരു വിശ്വാസി ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ, അധികാരസ്ഥരുടെ കീഴിൽ എങ്ങനെ വർത്തിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, നമ്മളെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വേർതിരിച്ചു. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല. വളരെ വിശദമായി ആ ഭാഗം നമ്മൾ ചിന്തിച്ചു. നമ്മുടെ യഥാർത്ഥമായ സ്ഥിതി നമ്മൾ അന്യരും പരദേശികളുമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്നാൽ നാം അല്പകാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഈ ഭൂമിയിൽ അല്പകാലം ജീവിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയും സാവധാനതയുമുള്ള ഒരു ജീവിതം ലഭിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്ന ഒരു ക്രമീകരണമാണ് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് തിരുവചനം മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളൊരു നല്ല സിറ്റിസൺ ആയിരിക്കണം. വി ഷുഡ് ബി എ ഗുഡ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ദൈവമാക്കിയിരിക്കുന്ന അധികാരസ്ഥന്മാരെ നമ്മൾ അനുസരിക്കുകയും
ടാക്സ് കൊടുക്കേണ്ടവർക്ക് ടാക്സ് കൊടുക്കുക, കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു നല്ല സിറ്റിസണായി ജീവിക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരും. മറുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവനാമം നമ്മളിലൂടെ ദുഷിക്കപ്പെടാനായിട്ട് ഇടയായി മാറും. നമ്മൾ ആദ്യത്തെ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരർക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാറിമറിയുന്ന രാഷ്ട്രീയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ മാറിമറിയുന്നത്? നമുക്ക് ആ വിഷയത്തിൻ്റെ അഗാധതയിലേക്ക് പോകാതെ ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞകാല ചരിത്രങ്ങളെ ഒന്ന് ഓർത്തി. ഈ അധികാരങ്ങളൊക്കെ ദൈവം നിയമിച്ചതാണ്. ഉദാഹരണമായിട്ട് ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായവും 7-ാം അധ്യായവും വായിക്കുമ്പോൾ ലോക സാമ്രാജ്യങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പ് അവ ഉത്ഭവിക്കും, അസ്തമിക്കും, മാറ്റപ്പെടും, അവയുടെ കാലഘട്ടം ഇത്രയാണെന്നൊക്കെ കൃത്യമായി ദൈവം വെളിപ്പെടുത്തി. ബാബിലോൺ സാമ്രാജ്യം 70 വർഷം കഴിയുമ്പോൾ മാറ്റപ്പെടും മേദ്യർക്കും പാർശ്യർക്കും വേണ്ടി. ആരാണത് നിയന്ത്രിക്കുന്നത്? ഈ ഭരണകൂടങ്ങളെ ആരാണ് ഈ വിധത്തിൽ നിയന്ത്രിച്ചത്? ദൈവമാണ്. നമ്മൾ വളരെ വ്യക്തമായ ആ കാര്യം മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് വളരെ പരിചയമുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ളൊരു സിംഹാസനം ഇരിക്കുന്നത് കണ്ടു. ഇസ്രയേലിൻ്റെ അസന്നിഗ്ധാവസ്ഥ, ഒരു രാജാവ് ഭരിച്ചു, അടുത്തത് എന്തെന്നുള്ള ഒരു ആകുല ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ വന്നപ്പോൾ പ്രവാചകന്റെ കണ്ണുകളെ തുറന്ന ദൈവം ആ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടതെന്താ? ഈ സിംഹാസനങ്ങൾ മാറ്റപ്പെടും, പക്ഷേ ഉയരത്തിലൊരു സിംഹാസനം കാണിച്ചു കൊടുത്തു. യഹോവ ഉയർന്നും പൊങ്ങിയുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഉയരത്തിൽ വസിക്കുന്ന ഒരു സിംഹാസനമുണ്ട്. നമ്മളിവിടെ നേരത്തെ പഠിച്ചു, ദൈവത്തിന് 20 പ്രാവശ്യമെങ്കിലും ബൈബിളിൽ ഉപയോഗിച്ചൊരു പേരുണ്ട്, ഗോഡ് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ ദൈവം, ഗോഡ് ഓഫ് ഹെവൻ. നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ ഓർക്കുകയുണ്ടായി. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കി തരുന്നു. തൻ്റെ ജനത്തിനു വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന ഒരു ദൈവം. അവൻ എവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത്? സ്വർഗത്തിൽ നിയന്ത്രിക്കുകയാണ്. സ്വർഗത്തിൽ നിയന്ത്രിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ബട്ട് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം അതെല്ലാം നിയന്ത്രിക്കുന്നു. ദൈവം അത് തൻ്റെ ജനത്തെ കാക്കുന്നു. ഇന്ന് നമുക്ക് ധൈര്യത്തോടെ അത് ഓർക്കാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. അവിടെ നോക്കുക, പീഡന കാലഘട്ടം എന്ന് പറയുന്നത് മാനവരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭയാനകമായ സംഭവങ്ങൾ നടക്കുകയാണ്. 6-ാം അധ്യായം തുടങ്ങി. പക്ഷേ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി. 4-ഉം 5-ഉം അധ്യായത്തിൽ ദൈവസിംഹാസനത്തെ കാണിച്ചു തന്നു. ഗോഡ്സ് ത്രോൺ. എന്തിനാണ് ദൈവം അത് കാണിച്ചു തന്നത്? ഈ ലോകത്തിൽ നടക്കുന്ന ഭയാനകമായ ഈ വിപത്തുകൾ നടക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ സിംഹാസനം കാണിച്ചു തന്നതിൻ്റെ കാരണം, ദൈവം അനുവദിക്കാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇന്നും ദൈവം പ്രത്യക്ഷമായി ഇവിടെ ഒരു ഭരണം നടത്തുന്നില്ല. 1000 ആണ്ട് വാഴ്ചയിൽ രാജാവായവൻ വന്നു ഭരിക്കുന്ന പോലെ. ബട്ട് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ദൈവം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ 1-2 വാക്യം കാണിച്ചോട്ടെ. വളരെ എൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിപ്പിച്ച 1-2 വാക്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു കൊള്ളട്ടെ. ദാനിയേലിന്റെ പുസ്തകം ഞാൻ ഈ അടുത്തിടയിൽ തന്നെ മുഴുവൻ പുസ്തകവും ആന്ധ്രാപ്രദേശത്തിൽ ക്ലാസ് എടുക്കേണ്ടി വന്നു. വളരെ എൻ്റെ ഹൃദയത്തെ അതിന് ശേഷം പലപ്പോഴും എടുത്തിട്ടുണ്ടെങ്കിലും എന്നെ ആകർഷിച്ച അല്ലെങ്കിൽ സ്പർശിച്ച ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 4-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം നോക്കിയാട്ടെ. ഞാനിവിടെ ഓർപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെ ഉന്നതനായ ഒരു രാജാവിനെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. നെബൂഖദ്നേസർ. ആ നെബൂഖദ്നേസറിനെ പുല്ല് തീറ്റിക്കുകയാണ്. 7 വർഷം മൃഗങ്ങളുടെ കൂടെ പാർത്ത് അദ്ദേഹം പുല്ല് തിന്നുന്നതിൻ്റെ ഒരു കാരണം 2 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. അതിൻ്റെ 4-ാം അധ്യായത്തിൽ അത് വളരെ പ്രാധാന്യത അർഹിക്കും. 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്തിനാണ്. അതിൻ്റെ 16-ാം വാക്യം തുടങ്ങി വായിച്ചാട്ടെ നോക്കുക. 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം തുടങ്ങി. അവൻ്റെ മനുഷ്യരൂപം മാറി മൃഗസ്വഭാവമായി തീർന്നു. അവൻ 7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ, ആ വാക്ക് നോക്കിയാട്ടെ, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു.
ദൂതന്മാരുടെ വിധിയാണ്, നിർണയമാണ്. നമ്മൾ ഓർക്കണം, അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ 17-ാം വാക്യം, ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഓർ ഡിക്രി ഓഫ് വാച്ചസ്. ആരാണ് ഈ വാച്ചസ്? ദൂതന്മാർ. ഇറ്റ് ഈസ് എ ഡിക്രി ഓഫ് ദ വാച്ചസ്, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ, ഡിക്രി ഓഫ് ദ വാച്ചസ്. അപ്പൊ ദൂതന്മാര് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ തീരുമാനം, ഡിക്രി ഓഫ് വാച്ചസ്, 7 വർഷം പുല്ല് തിന്നണം, കാളയെപ്പോലെ ജീവിക്കണം. എന്തിനു വേണ്ടിയാണ്? അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുന്നവര് ഗ്രഹിക്കുവോളം. വീണ്ടും അതിൻ്റെ 32-ാം വാക്യം നോക്കിയാട്ടെ. അതിൻ്റെ 32-ന്റെ അവസാന ഭാഗം, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നത് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. വീണ്ടും അത് 25-ാം വാക്യത്തിലും പറയുന്നുണ്ട്, മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുന്നു. ഈ അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ 3 പ്രാവശ്യമെങ്കിലും എടുത്തു പറയുന്നുണ്ട് അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുന്നു എന്നുള്ളത്. അപ്പോൾ ഓർക്കണം, ഈ ലോക ഭരണകൂടത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കഥാവും കൂടെ ഞാൻ കാണിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ നമുക്ക് പശ്ചാത്തലം അറിയാം. പീലാത്തോസ് കെട്ടപ്പെട്ട്, ധൂമ്രവസ്ത്രം ധരിച്ച്, മുൾക്കിരീടം ധരിച്ച് കെട്ടപ്പെട്ടവനായി പീലാത്തോസിന് മുന്നിൽ നിൽക്കുകയാണ്. അവനെ ചോദ്യം ചെയ്തപ്പോൾ മൗനമായി. എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? നീ എന്താണ് മൗനമായി നിൽക്കുന്നത്? കർത്താവ് പറഞ്ഞു ഒറ്റ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ 11-ാം വാക്യം നോക്കിയാട്ടെ. ഓ, എത്ര അർത്ഥപൂർണമായ ഒരു വാക്യമാണ് ആ 11-ാം വാക്യം. യേശുവിനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകുകയില്ല. സഹോദരന്മാരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. നോക്കുക, ഏതൊരു വ്യക്തിയും ക്രൂശീകരണത്തിൻ്റെ മുന്നിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ, ആ അധികാരമുള്ളവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ക്രിസ്തുവിൻ്റെ വാക്കെന്താണ്? മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മേലൊരു അധികാരവും ഉണ്ടാകുകയില്ല. ഇതെന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്തിയിട്ടുള്ളൊരു വാക്കാണ്. അൺലെസ് ഗോഡ് അലൗസ് നത്തിങ് വിൽ ഹാപ്പൻ ടു അസ്. ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ക്രിസ്തുവിനെ ക്രൂശിക്കണമെങ്കിൽ സ്വർഗം അനുവദിക്കണം. യേശുക്രിസ്തുവിന് മനസ്സിലായി, സ്വർഗം അനുവദിച്ചിരിക്കുകയാണ്, ക്രൂശിക്കപ്പെടാൻ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണം, വിശ്വാസികൾ മാറി വരുന്ന രാഷ്ട്രീയ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ പലതും വാർത്തകൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ ആകുല ചിത്തകളാകും. BJP ഭരിക്കുന്നു, മതങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു, ഇങ്ങനെ പലതും കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി, നമ്മുടെ കർത്താവ് അനുവദിക്കാതെ ഇതൊന്നും സംഭവിക്കില്ല. അവൻ്റെ ആത്യന്തിക ഉദ്ദേശങ്ങൾ നിവർത്തിക്കുവാൻ അത് നടക്കും. പല ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, ഞാൻ വിടുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഇവിടെ ഓർക്കുക, ഏത് മനുഷ്യനും അതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങണം. ദൈവത്താൽ അല്ലാതെ ഒരധികാരമില്ല. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെടും. ഇനി 2-ാം വാക്യം നോക്കിയാട്ടെ. ആകയാൽ അധികാരത്തിനോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. റെസിസ്റ്റിംഗ് ദ അതോറിറ്റി. ഭരണകൂടങ്ങളോട് എതിർക്കുന്നവൻ ആരെ എതിർക്കുന്നെന്നാ പറഞ്ഞേ? ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. ദൈവം ക്രമീകരിച്ച വ്യവസ്ഥയോട് മറുതലിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിച്ചോട്ടെ. റെസിസ്റ്റിംഗ് ദ അതോറിറ്റി. ദൈവ വ്യവസ്ഥിതിയെ എതിർക്കുന്ന വ്യക്തികളെ കുറിച്ച് ഒരു കാര്യം ശമൂവേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അതേതാണ്ട് ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പോലെയും വിഗ്രഹത്തെ നമസ്കരിക്കുന്ന പോലെയും അത്ര കഠിനമേറിയ ഒരു പാപമായിട്ടാണ് അവിടെ പറഞ്ഞത്. നമുക്ക് വാക്യം നോക്കാം. 1 ശമൂവേൽ 15-ാമത്തെ അധ്യായം, 1 ശമൂവേൽ ചാപ്റ്റർ 15. 1 ശമൂവേൽ 15-ാമത്തെ അധ്യായത്തിൽ ഈ അനുസരണക്കേട് അല്ലെങ്കിൽ ഈ റിബലിയൻ, ഈ എതിർപ്പെന്ന് പറയുന്നത് എങ്ങനെയാണ് വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് നോക്കിയാട്ടെ. റെസിസ്റ്റിംഗ് ദ അതോറിറ്റീസ്. 15-ാം അധ്യായം 1 ശമൂവേൽ 15-ന്റെ 23-ാമത്തെ വാക്യം നമുക്ക് 22 തൊട്ട് വായിക്കാം. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗങ്ങളെക്കാട്ടിലും ശ്രദ്ധിക്കുന്നത് മുട്ടകളുടെ മേധസ്സിനെക്കാട്ടും നല്ലത്. അടുത്ത ഭാഗം നോക്കിക്കാട്ടെ. മത്സരം ആഭിചാരം
ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയുമാകും. നിങ്ങൾ അതിൻ്റെ ഗൗരവം ശ്രദ്ധിച്ചോ? മത്സരിക്കുക, അതോറിറ്റിയോടെ എതിർക്കുകയാണെങ്കിൽ, ദൈവവ്യവസ്ഥതയോടെ എതിർക്കുകയാണെങ്കിൽ ദൈവം പറയാം മത്സരം ആഭിചാരം പോലെയാണ്, മന്ത്രവാദം പോലെയാണ്. മത്സരം, ശാഠ്യം, മിഥ്യാപൂജ, വിഗ്രഹാരാധന പോലെയാണ്. വിഗ്രഹാരാധന പോലെയും ആഭിചാരം ചെയ്യുന്നത് പോലെയാണ് ദൈവത്തോട് എതിർക്കുക, റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഓർത്താട്ടെ, സാത്താൻ്റെ പാപം എന്തായിരുന്നു? എതിർക്കുക, ദൈവവ്യവസ്ഥതയോട് റിബല്യനാകുക. നമ്മൾ ദൈവമക്കൾ, അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് ദൈവത്തിന് കീഴ്പ്പെടണം, ദൈവവ്യവസ്ഥതയോട് കീഴ്പ്പെടണം. ദൈവവ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഭരണകൂടങ്ങൾ മാത്രമല്ല. ഞാനൊരു ഭാഗം ഒന്ന് കാണിച്ചോട്ടെ. എഫീസ്യർ ലേഖനം 5-ാം അധ്യായം നോക്കിയാട്ടെ. എഫീഷ്യൻസ് ചാപ്റ്റർ 5 അതിൻ്റെ 24-ാമത്തെ വാക്യം, 5-ന്റെ 24-ാമത്തെ വാക്യം. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ദൈവത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ, ദൈവത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു കുടുംബം. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ദൈവം ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ഭർത്താവ് ശിരസാണ്, സഭയിൽ കർത്താവ് ശിരസാണ്. അപ്പോൾ ഭാര്യ എതിർക്കുകയാണെങ്കിൽ, അവൾ സബ്മിസീവ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ പറയുന്നത് എന്താണ്? ദൈവവ്യവസ്ഥിതിയോട് എതിർക്കുകയാണ്. ഭാര്യ കീഴ്പ്പെടാൻ കടംപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയാണ് ദൈവത്തിൻ്റെ കുടുംബം. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വായിച്ച പോലെ ദൈവസഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കണം. 6-ാം അധ്യായം നോക്കിക്കട്ടെ. എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. മക്കളെ, അമ്മയപ്പന്മാരെ കർത്താവിനെ അനുസരിപ്പിൻ. കുടുംബത്തിൽ മാതാപിതാക്കളെ അനുസരിക്കണം മക്കൾ. വീണ്ടും നോക്കിക്കട്ടെ, 6-ന്റെ 5, 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദാസന്മാരെ, ജഡപ്രകാരം യജമാന്മാരായവരെ ക്രിസ്തുയേശുവിനെ പോലെ തന്നെ ഹൃദയത്തിൽ ഏകാഗ്രതയോടെ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. ദാസന്മാർ യജമാന്മാരെ അനുസരിക്കണം, ഭാര്യമാർ ഭർത്താക്കന്മാർ കീഴ്പ്പെടണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടണം. ദൈവം ചെയ്തിരിക്കുന്ന വ്യവസ്ഥിതി, ഈ വ്യവസ്ഥിതിയോട് എതിർക്കുകയാണെങ്കിൽ, തിരുവചനത്തിൽ പറയുന്നത് എന്താണ്? ദൈവത്തോട് എതിർക്കുകയാണ്, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയോട് എതിർക്കുകയാണ്. നമ്മൾ സഭാപ്രസംഗി 10-20 വായിക്കുമ്പോൾ, എക്ലിയാസിസ് 10:20, സഭാപ്രസംഗി 10:20, നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്. 1 പത്രോസ് 2:17, 1 Peter chapter 2:17, രാജാവിനെ ബഹുമാനിപ്പീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. ഔട്ട്വേർഡ് റെഫറൻസ്, അത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഇടപെടുമ്പോഴും പറയണം. രാജാവിനെ ശപിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരത്തിൽ പോലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊരു ട്രൂ ക്രിസ്ത്യനായിട്ട് ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓർക്കണം, ഇത് എഴുതുന്ന കാലഘട്ടം റോമൻ ഭരണകൂടമുള്ള കാലഘട്ടം. അന്ന് ക്രിസ്ത്യാനികളെ മുദ്രകുത്തി നീറോയും റോമൻ അധികാരികളും ഇവര് സീസറിൻ്റെ ഭരണകൂടത്തോട് എതിർക്കുന്നവരാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്രിസ്ത്യാനികളെ എന്തിനാ കൊന്നുകൊണ്ടിരുന്നത്? കൂറിയോസ് സീസർ, സീസർ കർത്താവാണെന്ന് ക്രിസ്ത്യാനികളെ ഓത്തിയൊല്ലേണ്ടത് ആവശ്യമായി വന്നു. ഒരു ഇൻസെൻസ്, ഒരു സുഗന്ധദ്രവ്യം അത് അർപ്പിച്ചുകൊണ്ട് സീസർ ലോർഡ്, കൂറിയോസ് സീസർ, സീസർ ഈസ് ലോർഡ് എന്ന് ക്രിസ്ത്യാനികൾ ഏറ്റുപറയണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഏറ്റുപറഞ്ഞില്ല, അവർ കൊല്ലപ്പെട്ടു. അവൾ അവിടെ ഒരു പ്രചരണം നടക്കുകയാണ്. എന്താ പ്രചരണം? അവർ ഈ രാജാക്കന്മാരോട് എതിർക്കുന്നവരാണ്, അവർ രാഷ്ട്രത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് വലിയ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പൗലോസ് ഇത് എഴുതുന്നതെന്നുള്ളത് പറയുകയാണ്. അപ്പോൾ എഴുതുകയാണ്, ഈ രാജാക്കന്മാരെ അനുസരിപ്പാനും ഒക്കെ എഴുതുകയാണ്. എന്നാൽ നമുക്ക് നോക്കാം, സീസറിനെ അനുസരിക്കണോ വേണ്ടായോ എന്നുള്ളതും നമുക്ക് പുറകെ നോക്കാം. യേശുക്രിസ്തുവിനെ കൊണ്ടുവന്ന് ഒരു തലക്കെട്ട് എഴുതി വെക്കുന്നു, ക്രൂശിക്കുന്ന സമയം, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. ദൈവത്താൽ അല്ലാതെ, റോമലേഖനം 13:2 നമ്മൾ വായിച്ചു, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. സദൃശവാക്യം 8:15-16 ഞാൻ വായിക്കാതെ പറയുകയാണ്. അതിൻ്റെ 8:15-16, ബൈ ഹിം കിങ്സ് റീൻ, രാജാക്കന്മാർ അവൻ മൂലം വാഴും. വേണേ ഒന്ന് വായിച്ചേക്കാം. സദൃശവാക്യം 8-ാം അധ്യായം. വീണ്ടും നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. സദൃശവാക്യം 8-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം. 15-ാം വാക്യം, ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു,
ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. ഞാൻ മുഖാന്തരമാണ് ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെ ആധിപത്യം നടത്തുന്നത്. വീണ്ടും അത് അവിടെ ഓർപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കും. ഓർഡെയിൻഡ് ബൈ ഗോഡ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ ഓർഡെയിൻഡ് ബൈ ഗോഡ് എന്നാണ്. ദൈവം അതൊരു മിലിറ്ററി പദമാണെന്ന് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ ഓർപ്പിക്കുകയാണ്. അതൊരു മിലിറ്ററി പദമാണ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം അതോറിറ്റിക്ക് നമ്മൾ കീഴ്പ്പെടുവാൻ കടംപ്പെട്ടിരിക്കുന്നു. പട്ടാളത്തിലെ റാങ്ക് അനുസരിച്ച് അത് നമ്മൾ കീഴ്പ്പെടുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ദൈവ വ്യവസ്ഥയോട് നമ്മൾ മറുക്കാൻ പാടില്ല. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. നമ്മളതിൻ്റെ 4-ാം വാക്യം നോക്കിയാട്ടെ. ഈ ഭരണകർത്താക്കൾക്ക് ഒരു പേര് കൊടുത്തു. 4-ാം വാക്യം എന്താണ്? നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. ഈ ഭരണകർത്താക്കൾക്ക് പേര് പറഞ്ഞിരിക്കുന്നത് എന്നാ? ദൈവ ശുശ്രൂഷകന്മാർ. 6-ാം വാക്യം നോക്കിയാട്ടെ. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും. എൻ്റെ സഹോദരന്മാരെ, നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഭരണകർത്താക്കന്മാർ ആരാണ്? പിണറായി വിജയൻ ആരാണ്? ദൈവ ശുശ്രൂഷകൻ. ആരാണ്? മോഡി ആരാ? ദൈവ ശുശ്രൂഷകനാണ്. നമുക്കങ്ങനെ പറയാനൊക്കോ? നമ്മളോർക്കും ഈ പ്രസംഗിക്കുന്ന ഉപദേശിമാരേ ഉള്ളൂ ദൈവ ശുശ്രൂഷകന്മാർ. ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവർ ദൈവ ശുശ്രൂഷകന്മാരാണ്. ദേ ആർ മിനിസ്റ്റേഴ്സ്. നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായി ചിന്തിക്കണം. അതുകൊണ്ടാണ് 1 തിമോഥെയോസ് 2:1 പൗലോസ് തിമോഥെയോസിനോട് എഴുതും, സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനവും സ്വസ്ഥതയുള്ളൊരു ജീവിതം കഴിക്കേണ്ടതിന് ഭരണകർത്താക്കൾക്കും രാജാക്കന്മാർക്കും വേണ്ടി പ്രത്യേകാല പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. നമ്മളിവിടെ വായിച്ചതുപോലെ അവർ ദൈവ ശുശ്രൂഷകന്മാരാണ്, മിനിസ്റ്റേഴ്സ്. ദൈവത്തിൻ്റെ മിനിസ്റ്റേഴ്സാണ്. ഇനി നമ്മൾ ഒരു വാക്യം ഇതുള്ള ബന്ധത്തിലൊന്ന് അപഗ്രഥിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. 1 യോഹന്നാൻ 3:4 ഒരുപാട് പരിചയമുള്ളൊരു വാക്യമാണ്. പക്ഷേ ആ വാക്യത്തിൻ്റെ ഒരു ആശയം വിഭിന്നമായി ചിന്തിപ്പാനായിട്ട് എനിക്കിടയായി മാറി. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പാപം എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ അവിടെ പറയുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മമാണ്. അവിടെ പറഞ്ഞു തന്നെ പാപം അധർമ്മമാണ്. വാട്ട് ഈസ് എ ഡെഫിനിഷൻ ഓഫ് സിൻ? ഇതാണ്, പാപം അധർമ്മമാണ്. എന്താ ഇംഗ്ലീഷിൽ വായിക്കുന്നത്? കിങ്സ് ജെയിംസ് വേർഷൻ, സിൻ ഈസ് ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ. ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ. അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ എഴുതിയപ്പോൾ ഗ്രീക്കിൽ അതിന് എഴുതിയിരിക്കുന്നത് അനോമിയ, ANOMIA, അനോമിയ. അനോമിയ ലിറ്ററലി ലോലെസ്നെസ്, നിയമമില്ലായ്മ, ലോലെസ്നെസ്. അനോമിയ, ഈ പാപം അധർമ്മമാണെന്നുള്ളതിൻ്റെ ആശയം ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയാം. അന്തിക്രിസ്തുവിന് പേര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? 2 തെസ്സലോനിയർ 2:7 അവനെ വിളിച്ചിരിക്കുന്നത് ദ ലോലെസ് വൺ, അധർമ്മമൂർത്തി. ദ ലോലെസ് വൺ, അധർമ്മമൂർത്തി. 8-ാം വാക്യത്തിൽ 2 തെസ്സലോനിയർ 2:8 വാക്യത്തിൽ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്, അധർമ്മത്തിൻ്റെ മർമ്മം. അധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥിതികളെ അനുസരിക്കാതെ വരുന്നതാണ് എന്ത്? പാപം. ദാറ്റ് ഈസ് സിൻ. സിൻ എന്നുള്ളത് ദൈവം ചില വ്യവസ്ഥിതികൾ വെച്ചു, ആ വ്യവസ്ഥിതികളോട് എതിർക്കുന്നതിൻ്റെ പേരാണെന്ത്? ലോലെസ്നെസ്, അധർമ്മം. പാപം എന്ന് പറയുന്നത് അധർമ്മമാണ്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക. അന്തിക്രിസ്തുവിന് കൊടുത്ത പേര് ലോലെസ് വൺ എന്നാണ്. ബ്രേക്കിംഗ് ഗോഡ്സ് ലോ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിക്കുക എന്നുള്ളതാണ് അത്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ചിന്തയുണ്ട്. ഒരു പ്രത്യേക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അനുസരിക്കാതെ, രാജാക്കന്മാരെ അനുസരിക്കാതെ വന്ന സമയങ്ങളുണ്ടല്ലോ. ഉണ്ട്, രാജാക്കന്മാരെ അനുസരിക്കാതെ വന്ന സമയമുണ്ട്. ഉദാഹരണമായിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം നോക്കിയാട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം നമുക്കൊരു ദൃഷ്ടാന്തം നോക്കാം. രാജാക്കന്മാരെ അനുസരിക്കാതെ വന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. അതിനെന്താ മറുപടി പറയേണ്ടത്? ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, 6:22 വാക്യം. അവിടെ നമുക്കറിയാം, ഒരു ബിംബത്തെ നാട്ടി.
ആരെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കാതെ 30 ദിവസത്തോളം ഈ ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ അവനെ പിടിച്ച് സിംഹത്തിൻ്റെ കുഴിയിലിടും. രാജാവിൻ്റെ കൽപ്പനയെ ദാനിയേൽ ലംഘിക്കുകയാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? സിംഹങ്ങൾക്ക് എനിക്ക് കേടുവരുത്താൻ, പിന്നെ അവനെ സിംഹക്കുഴിയിലിട്ടു. 10-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിച്ച് സ്തോത്രം ചെയ്തു. പതിപോലെ അവൻ സ്തോത്രം ചെയ്തു. നോക്കുക, ഈ രാജകൽപ്പനയെ ദാനിയേല് ലംഘിക്കുകയാണ്. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു. രാജാവിന് ഉറക്കം വരുന്നില്ല. 22-ാം വാക്യം, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. നമുക്ക് ആ കാലത്ത്, മേദ്യരുടെ കാലത്ത് ഒരു പ്രമാണമുണ്ട്. രാജാവും ഭരണകർത്താക്കളും കൂടി എടുക്കുന്ന തീരുമാനം ലംഘിക്കാനായിട്ട് കഴിയില്ല. രാജാവിന് പോലും ആ മുദ്ര വെച്ച് കഴിഞ്ഞാൽ ആ ലോ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് മേദ്യനായ രാജാവിന് ദാനിയേലിനെ വിടുവിപ്പാൻ ശ്രമിച്ചിട്ട് പോലും സാധിക്കാതെ വന്നത്. ദാനിയേല്, ഈ രാജാവ് വളരെ ബുദ്ധിമുട്ടി, ഉറങ്ങിയില്ല. നേരം വെളുത്തപ്പോൾ ഉടനെ ഗുഹയുടെ വാതിൽ വന്ന് നിൽക്കുകയാണ് ഈ ദൈവം വിടുവിച്ചോ എന്നറിയാൻ. സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. ദൈവം ഒരു ദോഷവും ചെയ്തില്ല. രാജാവ് അത്യന്തം സന്തോഷിച്ചു. ഈ ദാനിയേലിനെതിരായി ഈ കെണികളൊക്കെ ഒരുക്കിയ മനുഷ്യരെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എടുത്തെറിഞ്ഞു കളഞ്ഞു. അവർ താഴെ ചെല്ലുന്നതിന് മുമ്പ് സിംഹം അവരെ അടിച്ചു കൊന്ന് റെഡിയാക്കി. ഇവിടെ എന്തിനാണ് ഈ കൽപ്പന ദാനിയേല് ലംഘിക്കുന്നത്? നമ്മൾ ഓർക്കണം, വി ഷുഡ് ഓൾവേസ് ഒബേ ഹയർ അതോറിറ്റീസ്. നമ്മളെപ്പോഴും ഉന്നതരായ അധികാരസ്ഥനെയാണ് അനുസരിക്കേണ്ടത്. ഞാൻ മറ്റൊരു വാക്യം കാണിക്കട്ടെ. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം. അവിടെ പത്രോസിനെയും അപ്പോസ്തലന്മാരെയൊക്കെ അടിച്ച് മുറിവേൽപ്പിച്ച് കാരാഗൃഹത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം നോക്കിയാട്ടെ. 5-ന്റെ 29-ാം വാക്യം. അവരെ അടിച്ചു കൊണ്ടുവന്ന് ഈ കുഴിയിൽ കൊണ്ടിട്ടിരിക്കുക. 5-ന്റെ 29. അതിന് പത്രോസ് ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യരെക്കാട്ടിൽ വി ought to obey God rather than man. മനുഷ്യരെക്കാട്ടിൽ ദൈവത്തെ അനുസരിക്കണം. നമ്മൾ ഓർക്കണം, നമ്മൾ ആരെ അനുസരിക്കേണ്ടേ? ദ മോസ്റ്റ് ഹയസ്റ്റ് അതോറിറ്റി. ആരാ അത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 തൊട്ടുള്ള വാക്യം നമുക്കറിയാം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആരായി പറയുന്നത്? ക്രിസ്തു പറയുകയാണ്. ഹി ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഇൻ ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അധികാരസ്ഥനാണ് ക്രിസ്തു. ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്? ക്രിസ്തുവിനെയാണ്. ദാനിയേല് നമുക്ക് ദൃഷ്ടാന്തമായിട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാർ, we ought to obey God. ഞങ്ങൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അവർ അടികൾ കിട്ടിയിട്ടും ദൈവത്തെ അനുസരിച്ചു. നാളെ ഒരു കൽപ്പന വരികയാണ്. നമുക്കെതിരായി, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായി ഒരു കൽപ്പന വരികയാണെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ടത് ഹയർ അതോറിറ്റിയെ, നമ്മുടെ ദൈവത്തെ അനുസരിക്കണം. അല്ല, നമുക്ക് ഈ സാവധാനത സൗകര്യമുള്ളൊരു ജീവിതം തരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിൽ നമ്മളത് അനുസരിക്കണം. വീണ്ടും നമ്മൾ ഓർക്കണം, പീഡന കാലഘട്ടം ഞാൻ എടുക്കുന്നില്ല. ആ പീഡന കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കുക. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, അന്തിക്രിസ്തുവിന്റെ മുദ്രയുള്ളവർക്ക് വിൽക്കാനും വാങ്ങാനും സാധിക്കുകയുള്ളൂ. ഒരു കൂട്ടം ആളുകൾ അതിനോട് എതിർത്ത് നിൽക്കുകയാണ്. കാരണം അവർ ദൈവത്തെ അനുസരിക്കുന്നു. പീഡന കാലഘട്ടത്തിൽ അനേകര് അങ്ങനെ കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അന്നും ഇതുപോലെ ഈ ഭരണകൂടം കൊടുക്കുന്ന പ്രമാണങ്ങളെക്കാട്ടിൽ ദൈവത്തിൻ്റെ പ്രമാണം, അവിടെ ബിംബത്തെ നമസ്കരിക്കണം. വെളിപാട് 13-ന്റെ 5-ൽ വായിക്കുന്നുണ്ട്. വേണേ ഒന്ന് നോക്കിക്കോ, ആരെയാ കൊല്ലുന്നതെന്ന് നോക്കിയാട്ടെ. 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ കലപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. നോക്കുക, ബിംബത്തെ നമസ്കരിക്കുന്നവർ
ശിക്ഷ അനുഭവിക്കും. കാരണം എന്നാ? അന്തിക്രിസ്തുവിൻ്റെ ബിംബമാണ്. പുറപ്പാട് ദിവസം 30:3 വെളിപ്പെടുത്തിയിട്ടുണ്ട്, യാതൊരു ബിംബത്തെയും നമസ്കരിക്കരുത്. അന്ന് ഈ ബിംബത്തെ നമസ്കരിക്കാത്തവർ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട് അന്നത്തെ ഭരണകൂടത്തെ അവരെതിർക്കുന്നതിൻ്റെ കാരണം ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി അവർ പ്രമാണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ്. 3-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, റൂളേഴ്സ് ആർ നോട്ട് എ ടെറർ ടു ഗുഡ് വർക്ക്സ് ബട്ട് ടു ഈവിൾ. നമുക്ക് മലയാളത്തിൽ നിന്ന് വായിക്കാം, വാഴുന്ന ഒരു സൽപ്രവൃത്തിക്കല്ല, ദുഷ്പ്രവൃത്തിക്ക് അത്രേ ഭയങ്കരം. ദുഷ്ടന്മാരും ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്കും എതിരായിട്ടാണ് വ്യവസ്ഥിതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം നോക്കാം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നന്മ ചെയ്യുക, നിനക്ക് പുകഴ്ച ലഭിക്കും. ഈ ലോകത്തിലെ സിസ്റ്റം ഒന്ന് നോക്കി. ഇവിടെയും എന്തിനാണ് ദൈവം ഈ വ്യവസ്ഥിതിയൊക്കെ കൊണ്ടുവന്നത്? നമ്മൾ ഓർക്കണം, പാപം ചെയ്ത ശേഷം, മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ റിബല്യസായി, സിൻഫുള്ളായി, സെൽഫിഷായി മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഇവിടെ സമാധാനമായി ജീവിക്കാനായിട്ട് സാധിക്കാതെ വരും. ഈ ഭരണകൂടങ്ങളില്ലെങ്കിൽ അതിൻ്റെ പേരാണ് അധർമ്മം, ലോലെസ്നെസ്. ഒന്ന് വിഭാവനം ചെയ്ത് നോക്കി. ലോ ഇല്ലാത്തൊരു കാലം ഒന്ന് ചിന്തിച്ച്, ഭരണകൂടമില്ലാത്തൊരു കാലഘട്ടത്തെ ഇവിടെ എന്തുകൊണ്ടാണ് പോലീസും മിലിറ്ററിയും CBIയും ഒക്കെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്നാ? ഇതെല്ലാം ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, സൽപ്രവൃത്തി ചെയ്യുന്ന മനുഷ്യനെ അല്ല. ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യനെ നിയന്ത്രിക്കണം. നോക്കുക, സൽപ്രവൃത്തി ചെയ്യുന്ന സമാധാനമായി ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ കുടുംബം സുരക്ഷിതമായി എങ്ങനെ ജീവിക്കും? അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സ്വത്തുക്കളും ഒക്കെ സുരക്ഷിതമായി ഇരിക്കുന്നതിൻ്റെ കാരണം ഒരു ദൈവ വ്യവസ്ഥിതി ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദൈവ വ്യവസ്ഥിതിക്ക് നമ്മൾ കീഴ്പ്പെടണം. ദൈവമാക്കിയിരിക്കുന്നതാണ്. അവരാർക്കാ ഭയങ്കരമായിരിക്കുന്നത്? 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് ഭയങ്കരം, നന്മ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുകഴ്ചയെ ഉണ്ടാകത്തുള്ളൂ. ഇന്നും ഏത് ഭരണകൂടത്തിലും നന്മ ചെയ്യുന്നവർക്ക് അവർ ഭരണകൂടങ്ങളിൽ നിന്ന് അവർക്ക് പുകഴ്ച മാത്രമേ കിട്ടുകയുള്ളൂ. 4-ാം വാക്യം നോക്കിയാട്ടെ. 4-ാം വാക്യം, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവർ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശുശ്രൂഷയ്ക്കായി പ്രതികാരിയായി ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. കൊലപാതകം ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നവൻ, അവൻ കൊലക്കുറ്റത്തിന് പിടിക്കപ്പെട്ട് അവനെ ആ വിധത്തിൽ ശിക്ഷിക്കുമ്പോൾ അവൻ ഭയപ്പെടുന്നു. അല്ലെങ്കിലൊക്കെ ഇവിടെ എന്തായിരുന്നേനെ? ഇവിടെ വല്ലതും മനുഷ്യനെ ജീവിക്കാൻ കഴിയുമോ? ഈ നിയമത്തെ ഭയന്നാണ് പലരും അനുസരിക്കുന്നത്. ഇവിടെ നമ്മൾ 4-ാം വാക്യത്തിൽ വായിച്ചത്, അതുകൊണ്ട് ഇവർ ആരാണെന്നാ പറഞ്ഞത്? ദൈവ ശുശ്രൂഷക്കാരന്മാരാണ്. ഈ പോലീസ്, മിലിറ്ററി, മുനിസിപ്പാലിറ്റി, ഈ വ്യവസ്ഥിതികളൊക്കെ അവർ വെറുതെ അല്ല വാൾ വഹിക്കുന്നത്. നമ്മുടെ സമാധാനത്തിനും സ്വസ്ഥമായ ജീവിതത്തിനും വേണ്ടി അത് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞു, 5-ാം വാക്യം, അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയെ വിചാരിച്ചും കീഴടങ്ങിയിരിക്കണം. ശിക്ഷയെ വിചാരിച്ച് മാത്രമല്ല, അതൊക്കെ ചെയ്താൽ ശിക്ഷ ലഭിക്കുമെന്നുള്ള ചിന്ത മാത്രമല്ല, അത് ദൈവഹിതമാണ്, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ചിന്ത കൊണ്ട് മനസ്സാക്ഷിയെ വിചാരിച്ചും നമ്മളെ കീഴ്പ്പെടാൻ കടംപെട്ടവരാണെന്ന് ഇവിടെ നമ്മൾ ഓർപ്പിക്കുകയാണ്. അവസാനമായിട്ട് ആ ഭാഗം പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. 7-ാം വാക്യത്തിൽ, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മരം. ഇവിടെ എടുത്തു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. എന്താ 2 കാര്യങ്ങൾ? ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം. നികുതി എന്ന വാക്ക് ടാക്സ്, ചുങ്കം എന്നുള്ളത് കസ്റ്റം. അപ്പോൾ കസ്റ്റംസും ടാക്സും ഒക്കെ നമ്മൾ കൊടുക്കണം. ഇവരെ മുന്നോട്ട് ആക്കിയിരിക്കുമ്പോൾ അത് ചെയ്യണം. നമ്മുടെ കർത്താവ് ടാക്സ് പേ ചെയ്തു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24 തൊട്ടുള്ള വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മൾ നല്ല പൗരന്മാരായിരിക്കണം, ടാക്സ് കൊടുക്കണം. ഞാൻ അമേരിക്കയിലൊക്കെ ചെന്നപ്പോൾ പ്രത്യേക നോട്ട് ചെയ്തു, അവിടെയൊക്കെയുള്ള സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ അവിടെ ദേ ഓൾ പേ ടാക്സസ്. അവരെല്ലാം ടാക്സ് കൊടുക്കും. അവർ ഓരോ വർഷവും അത് ഫയൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ആ രാജ്യം അതുകൊണ്ട് എത്ര മനോഹരമായി എല്ലാം ഫങ്ഷൻ ചെയ്ത് പോവുകയാണ്. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിസ്റ്റമാണ്.
ഇവിടെ അവർക്ക് പക്ഷേ ടാക്സ് കൊടുത്താൽ ഒരുപാട് ബെനിഫിറ്റ്സും അവർക്ക് കിട്ടും. ഇവിടെ പലരും കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം കൊടുത്താലും ബെനിഫിറ്റ്സ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കിൽ ഇവിടെ പോലീസിന്, ഇവിടെ പട്ടാളത്തിന്, ഇവിടെ മുനിസിപ്പാലിറ്റിക്ക്, ഇവിടെ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം, നമ്മൾ കൊച്ചിൻ സിറ്റി താമസിക്കുന്നു. ഈ കൊച്ചി സിറ്റിയിലെ ഈ ഗാർബേജ് നീക്കാൻ തന്നെ എത്ര കോടി രൂപ വേണം? നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടല്ലേ അത് നടത്തുന്നത്. അത് കൊടുക്കാതിരിക്കുക, ഇത് മൂവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ സിറ്റി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മോട് ആവശ്യപ്പെട്ടു, നമ്മുടെ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു. ദ്രഹ്മപ്പണമൊക്കെ അവൻ കൊടുക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പാനും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പാനായിട്ടും കർത്താവ് നമ്മളെ ഉപദേശിച്ചിരിക്കുകയാണ്. വി ഷുഡ് ബി ഗുഡ് സിറ്റിസൺസ് പേയിങ് ദ ടാക്സസ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇവിടെ എടുത്തു പറയുന്നു, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അവരോടുള്ള റെവറൻസും റെസ്പെക്റ്റും കൂടെ നമ്മൾ കാണിപ്പാനായിട്ട് കടംപെട്ടവരാണെന്ന് പറയുകയാണ്. ഇനി നമുക്ക് 7 തൊട്ടുള്ള റെൻഡർ ദെർഫോർ ടു ഓൾ ദെയർ ഡ്യൂസ്, അങ്ങനെയാണ് 7-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെൻഡർ ദെർഫോർ ടു ഓൾ ദെയർ ഡ്യൂട്ടീസ്, എല്ലാവരോടും കടംപെട്ടത് കൊടുക്കുവാൻ കടംപെട്ടിരിക്കുകയാണ്. കുടുംബത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഭയോട്, നമ്മുടെ പാവപ്പെട്ട സഹോദരന്മാരോട് ഒക്കെ നമുക്ക് റെൻഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊടുത്തു തീർക്കാനായിട്ടൊരു ഡ്യൂ ഉണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കുവാനായിട്ട് കടംപെട്ടതാണ്. ഇതൊരു നല്ല വിശ്വാസി. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരിടത്തിരിക്കുമ്പോൾ ഒരു സഹോദരിയുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ആ സഹോദരിയെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. അവർ ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നതാണ്. മക്കളൊക്കെ മോനോട് വിവാഹം കഴിക്കാനുണ്ട്, മോളൊക്കെ വിവാഹത്തിന്, കൊച്ചുമക്കളൊക്കെയായി. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ വീട്ടിൽ എനിക്കവരെ അറിയാം, ഹസ്ബൻഡിനെ വൈഫിനെ. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പം പറയുകയാണ്, ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ ഇതുപോലൊക്കെ സെർവ് ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരത്തി പറഞ്ഞ മറുപടി, ഐ ടേക്ക് പ്ലഷർ ഇൻ ഇറ്റ്, ഐ സെർവ് മൈ ഹസ്ബൻഡ്. ഞാൻ നോട്ട് ചെയ്തു, പുള്ളിക്കാരത്തി നല്ലൊരു വിദ്യാസമ്പന്നയാണ്. പക്ഷേ ആ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ആ ഷൂസ് വരെ പോളിഷ് ചെയ്ത് അവിടെ കൊണ്ടുവെക്കും. എന്നോട് പറഞ്ഞു, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ല, ഞാൻ ചെയ്തില്ലേലും ഒന്നും പറയത്തില്ല, ബട്ട് ഐ ടേക്ക് പ്ലഷർ ഇൻ സെർവിങ് മൈ ഹസ്ബൻഡ്. എൻ്റെ ഭർത്താവിനെ ഞാൻ സേവിക്കുന്നത് കൊണ്ട് ഞാനതിൽ വളരെ സംതൃപ്തി എടുക്കുന്നു. ഞാൻ ഓർത്തു, എന്തോ ഒരു ജീവിതം. ദാറ്റ് ഈസ് എ ട്രൂ ക്രിസ്ത്യൻ ലൈഫ്. ആ കൊടുക്കേണ്ടത് കൊടുക്കുവാൻ കടംപെട്ടിരിക്കുക. റെൻഡർ, ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതി അല്ലേ എൻ്റെ ഭർത്താവ്. അത് റെൻഡർ ചെയ്യുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹങ്ങൾ അവിടെ കടന്നു വരുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നതാണ്. റെൻഡർ ദെർഫോർ ടു ഓൾ ദെയർ ഡ്യൂസ്, എല്ലാവരോടും ആ ഡ്യൂ റെൻഡർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പനെ അമ്മയും ബഹുമാനിക്കണം, അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പനെ അമ്മയെ നമ്മൾ നോക്കണം, ബഹുമാനിക്കുക. നമ്മൾ പുതിയ നിയമത്തിലേ അത് വായിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ ഓർക്കണം. 10 കൽപ്പനയിൽ വാഗ്ദത്തത്തോടുകൂടിയ ഏക കൽപ്പന, നിൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, നിനക്ക് നന്മയുണ്ടാകാൻ. അത് ഇസ്രയേലിന് കൊടുത്തിരുന്ന ഒരു പ്രത്യേക കൽപ്പനയാണ്. ലേവ്യർ 19:3 വായിക്കാട്ടെ. ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 and verses 3. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ അപ്പനെയും അമ്മയും ഭയപ്പെടണം. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പനെയും അമ്മയും ബഹുമാനിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ റെൻഡർ, ദാറ്റ് ഈസ് ഡ്യൂ. അത് നമ്മുടെ ഡ്യൂ ആണ്. നമുക്ക് ഇനിയും 8-ാമത്തെ വാക്യം തുടങ്ങി നമുക്ക് ശ്രദ്ധിക്കാം. 8-ാമത്തെ വാക്യം, എ ക്രിസ്ത്യൻസ് റിലേഷൻഷിപ്പ് ടു ദ വേൾഡ്. ലോകത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രമാണത്തെ എങ്ങനെയാണ് അവൻ്റെ റിലേഷൻ എന്നുള്ളത് അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്. 8-ാം വാക്യം, അന്യനെ സ്നേഹിക്കുന്നതല്ലാതെ ആരോടൊന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്ന ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. ഡ്യൂ നമ്മൾ 7-ാം വാക്യത്തിൽ വായിച്ചു, എല്ലാവർക്കും ഡ്യൂ ആയിരിക്കും നമ്മൾ കൊടുക്കണം. 8-ാം വാക്യത്തിൽ വന്നപ്പോൾ നമ്മൾ ഒരു കടക്കാരനെ ആയിരിക്കാവും. ആ കടം എന്താണ്? സ്നേഹം. അന്യനെ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കുന്നത്, വേറെ ഒരു ഡ്യൂ കാണരുത്. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഡ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ലവ്, നമ്മൾ സ്നേഹിക്കണം. ഇനി നമ്മൾ എടുത്തു നോക്കിയാൽ 9-ാം വാക്യം നോക്കിയാട്ടെ.
വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്ന മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുക. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്ത് നോക്കണം, ഇത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണെന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ 10 കൽപ്പന അവിടെ കാണാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 കൽപ്പന കാണും. ആ 10 കൽപ്പന നമ്മൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ 4 ദൈവത്തോടും അവസാനത്തെ 6 നമ്മൾ പരസ്പര ബന്ധത്തോടുമാണ്. ഫസ്റ്റ് 4 ടുവേർഡ്സ് ഗോഡ്. ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത്, വേറെ യാതൊരു ബിംബത്തെയും നമസ്കരിക്കരുത്. ഇങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ആദ്യത്തെ 4 കൽപ്പന. അവസാനത്തെ 6 കൽപ്പനയോ ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു മാൻസ് റിലേഷൻ, മനുഷ്യനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുക. അപ്പം 10 കൽപ്പനയിലെ അവസാനത്തെ 6 കൽപ്പന ഇവിടെ ഏതാണ്ട് ഇതെടുത്ത് പറഞ്ഞിരിക്കുക. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, കൂട്ടുകാരനെ സ്നേഹിക്കണം, ദോഷം പ്രവർത്തിക്കരുത്. ഇങ്ങനെ ഈ ന്യായപ്രമാണത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്ത് പറയുക. ആ സെക്കൻഡ് പാർട്ട് ഇവിടെ എടുത്തു പറയുകയാണ്, സ്നേഹം ന്യായപ്രമാണത്തിന് നിവൃത്തിയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഓർപ്പിക്കട്ടെ. സിമ്പിൾ. സ്നേഹിക്കുകയാണെങ്കിൽ ഈ എന്തെങ്കിലും കാര്യം ചെയ്യുമോ? ചെയ്യത്തില്ല. സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ ഒരു പാപവും കൂട്ടുകാരനോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ പോവില്ല. അപ്പോൾ അതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. എന്തൊരു എക്സ്പോസിഷനാണ് കർത്താവ് തരുന്നത്. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 22. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഒരു ഭാഗമാണ്. 34 തൊട്ടുള്ള വാക്യം, 22-ന്റെ 34 തൊട്ടുള്ള വാക്യം. സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരുത്തൻ, ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശുവിനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. 40-ാം വാക്യം നോക്കിയേ. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരെ അടങ്ങിയിരിക്കുന്നു. 10 കൽപ്പന 2ആയി തിരിച്ചു. ആദ്യത്തെ 4 ദൈവത്തോടും അവസാനത്തെ 6 മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അതിനെ രക്തചുരുക്കമായി പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൊണ്ട് സ്നേഹിക്കുക. 2ാമത്തെ കൽപ്പന അതുപോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനയിൽ ന്യായപ്രമാണം മുഴുവനുണ്ട്. എന്തൊരാശയമാണ് എന്നുള്ളത് ഓർക്കുക. എന്തൊരാശയമാണ്. ആ 2 കൽപ്പന മതി. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, കൂട്ടുകാരനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, കല്ലിലെഴുതിയ കൽപ്പനയല്ല. സ്നേഹിപ്പാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കി. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു. ഗോഡ്സ് ലവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നു. സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാത്ത നമ്മളെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, നമ്മുടെ കൂട്ടുകാരെ സ്നേഹിപ്പാൻ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നു. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ കൂട്ടുകാരന്മാരെ, നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ മരണമിട്ട് ജീവനിൽ കടന്നിരിക്കുന്നെന്ന് നമുക്കിതിനാൽ അറിയാം. രക്ഷിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ പ്രൂഫാണെന്ത്? നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, സഹോദരന്മാരെ സ്നേഹിക്കുന്നത്. അപ്പം സ്നേഹം നമ്മൾ ഓർക്കണം, ഇവിടെ പറഞ്ഞ പോലെ ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവൻ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ ഗലാത്യ ലേഖനം 5-ന്റെ 14-ാം വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 14, 5-ന്റെ 14-ൽ ഈ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു ഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത് ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. വീണ്ടും വീണ്ടും എടുത്ത തിരുവചനത്തിൽ വായിക്കുകയാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. സ്നേഹിക്കുക, അരാജകീയ ന്യായപ്രമാണം. 1 യോഹന്നാൻ 3:14 നമ്മൾ വായിച്ചത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ നമ്മളെ പ്രതീക്ഷിക്കുകയുള്ളൂ. അതിൻ്റെ 10-ാം വാക്യം നോക്കിയാട്ടെ, സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ
നമ്മുടെ കൂട്ടുകാരൻ്റെ ഭൗമികവും അവൻ്റെ കുടുംബവും അവൻ്റെ എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണവും അവനെതിരായി നമ്മൾ ചെയ്യത്തില്ല. അത് സ്നേഹം നിവർത്തിക്കുകയാണ് എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. ഇനി നമുക്ക് 11 തൊട്ടുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. 11 തൊട്ട് 14 വരെയുള്ള വാക്യം പ്രായോഗികമായി ചില കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കും. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധമാർഗം ധരിച്ചുകൊള്ളുവിൻ. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും അല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ വാക്യം ഈ ഭാഗങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നാം സുബോധമായി ദൈവഭയത്തിലും ഭക്തിയിലും നമ്മൾ ജീവിക്കുവാൻ നമ്മളെ ഇവിടെ അഭ്യസിപ്പിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആരോ ദൈവദാസൻ പറഞ്ഞ പോലെ വെൻ ടു വേക്കപ്പ്, എപ്പോൾ ഉണരണം, ഹൗ ടു ഡ്രസ്, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഹൗ ടു വാക്ക്, എങ്ങനെ നടക്കണം എന്നൊക്കെ പഠിപ്പിക്കുക. രാത്രി കാലം മുഴുവൻ നമ്മൾ വിശ്രമിച്ചു. ആ രാത്രി കിടക്കുമ്പോൾ സാധാരണ നൈറ്റ് ഡ്രസ്സുണ്ട്. നമ്മുടെ നാട്ടിലാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സില്ല. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ദേ ഹാവ് എ നൈറ്റ് ഡ്രസ്. അവർക്ക് നൈറ്റ് ഡ്രസ് ഉണ്ട്. ആ രാത്രി കിടക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തു പോകാറില്ല. അപ്പോൾ രാത്രി കഴിഞ്ഞു, എഴുന്നേറ്റു, പുറത്തുപോയി നടക്കാനൊക്കെ പോവുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഏർപ്പെടുന്നു. ആ രാത്രി ധരിച്ച വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് പകൽ ധരിക്കേണ്ട വസ്ത്രം ധരിച്ച് നമ്മൾ സുബോധമായ കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നത് തന്നെ ഇവിടെ പൗലോസ് എടുത്ത് പറയുകയാണ്. ഈ വസ്തുതകൾ പറഞ്ഞ ശേഷം വെൻ ടു അവേക്ക്, എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? നമ്മളൊക്കെ വ്യത്യസ്തമായ സമയത്ത് എഴുന്നേൽക്കുന്നു. ഇവിടെ വിശ്വാസ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ ഓർപ്പിച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഉണരേണ്ടത്. ഉണരുവാനുള്ള നാഴിക അതിക്രമിച്ചു പോയി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് എന്നിങ്ങനെ നിങ്ങൾ അറിയണം. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ നൗ ഇറ്റ് ഈസ് എ ഹൈ ടൈം ടു അവേക്ക്. ഉണരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞു. എഫേസ്യർ 5:14 ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഉറങ്ങുന്ന എപ്പോഴാ? മടി, ആത്മീക മടി, ആത്മീക ഉറക്കം നമുക്കുണ്ടാക്കും. നമ്മൾ 12-ാം അധ്യായത്തിൽ വായിച്ചു, ആത്മാവിൽ നമ്മൾ എരിവുള്ളവരായിരിക്കണം. വി ഷുഡ് ബി സെലസ് ഇൻ സ്പിരിറ്റ്, ബേണിംഗ് ഇൻ സ്പിരിറ്റ്. അതിൻ്റെ നേരെ എതിരാണ് എന്ത്? മടി, ഉറക്കം. യോഗത്തിന് പോകാനൊരു മടി, വേദോത്സവം വായിക്കാനൊരു മടി, അല്പം ഇരുന്ന് പ്രാർത്ഥിക്കാനൊരു മടി. ആ മടിക്കെതിരായി ചെയ്യുവാനുള്ള പല കാര്യങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യണം. വയറൊക്കെ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒന്ന് വിശ്രമിക്കാനൊക്കെ തോന്നും. വിശ്രമിക്കുന്നതുകൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഉണർന്നിരിക്കണോ, പ്രാർത്ഥിക്കണോ? നമ്മൾ ഫസ്റ്റ് സെഞ്ച്വറി തന്നെ നോക്കിയാൽ അനേകർ ഉപസിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൻ്റെ സഭ ഉപസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, എല്ലാ വലിയ ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല. യു ക്യാൻ ഹാവ് എ പാർഷ്യൽ ഫാസ്റ്റ്. ദാനിയേലൊക്കെ ചെയ്ത പോലെ ആ സുഖഭോജനങ്ങളൊക്കെ വിട്ട് അല്പം ശാഖഭോജനങ്ങളൊക്കെ കഴിച്ച് ദൈവസന്നിധിയിൽ കൂടുതൽ സമയങ്ങൾ ചെലവഴിപ്പാനായിട്ട് കഴിയും. നമ്മൾ ഉണരണം, മടി മാറ്റണം. കാലത്തിൻ്റെ അന്ത്യം നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ശീതമാനും ഉഷ്ണമാനും അല്ലാതെ കിടക്കുന്ന മന്ദോഷ്ണസ്ഥിതിയിൽ കിടക്കുന്ന ഒരു കാലഘട്ടം ഉറങ്ങിപ്പോകും. നമ്മൾ ഓർക്കണം, സഹോദരന്മാർ ഒന്നൊരുമിച്ച് വസിക്കുമ്പോൾ ആത്മീകമായി ഉണർന്ന് ശക്തിപ്പെടേണ്ടതാണ്. പക്ഷേ ഇന്ന് അനേക ഇടങ്ങളിൽ സഹോദരന്മാർ ഒന്നിച്ചു കൂടിയാൽ അവരെ ഉറക്കുകയും അവരെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. സമസ്വഭാവമുള്ള ദൈവമക്കൾ ഒന്നിച്ചു കൂടണം. സമസ്വഭാവമുള്ള ദൈവമക്കൾ ഒന്നിച്ചു കൂടണം. അവർ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുകയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. കാരണം ഇറ്റ് ഈസ് ഹൈ ടൈം. പൗലോസ് എഴുതിയതിനേക്കാട്ടിലൊക്കെ എത്ര ഹൈ ടൈമാണ്. വല്ലാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. കാരണം നമ്മുടെ കർത്താവ് വരാറായി. ശത്രുവിൻ്റെ പൂണിയിലെ സകല ആയുധങ്ങളും അവൻ എടുത്തു കഴിഞ്ഞു. അവൻ നമ്മളെ നിരാശപ്പെടുത്തുകയും നമ്മളെ മാനസികമായി തകർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മടിയുള്ളവരായി നമ്മൾ ക്ഷീണിച്ചു പോകും. അത് സംഭവിക്കരുത്. ഇവിടെ രേഖപ്പെടുത്തിയ പോലെ ഇറ്റ് ഈസ് ഹൈ ടൈം ടു അവേക്ക്. നമ്മൾ ഉണർന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ച് കഴിക്കും. ഉണർന്നെങ്കിലേ കഴിയുള്ളൂ. നമ്മൾ ഓർക്കണം, എല്ലാ ദുരുപദേശങ്ങളും കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയാമോ?
ഉറങ്ങുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വിതയ്ക്കുന്നവൻ്റെ ഉപമ കർത്താവ് അവിടെ ഓർപ്പിച്ചു. മത്തായി 13:24-25 അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു കള വിതച്ചേച്ചു പോയി. ഞാൻ ചോദിച്ചോട്ടെ, ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ സഭയിൽ വല്ലോ ദുരുപദേശം കൊണ്ടുവരാനൊക്കെ സാധ്യമല്ല. ഉണർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് എതിർപ്പാനും കാര്യങ്ങൾ വകതിരിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിപ്പാനായിട്ടും കഴിയും. കർത്താവ് തന്നെ നമ്മോട് ആവശ്യപ്പെട്ടു, ഉണർന്നിരിക്കാൻ പറഞ്ഞു. നമ്മൾ 10 കന്യകമാരുടെ ഉപമ നമുക്കറിയാം. അത് സഭയുള്ള ബന്ധത്തിലല്ല, എന്നാൽ പീഡന കാലഘട്ടത്തിലെ യഹൂദനുള്ള ബന്ധത്തിൽ പറയുന്നതാണെങ്കിലും മത്തായി 25-ന്റെ 5-ാം വാക്യം 13-ാം വാക്യം എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. ആകയാൽ നാളും നാഴികയും അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പാൻ കർത്താവ് പറഞ്ഞു. ബുദ്ധിയുള്ളവരും ബുദ്ധി കെട്ടവരും എല്ലാവരും എന്താ പിടിച്ചു? മയക്കം പിടിച്ച് ഉറങ്ങി. ഗതസമനയിൽ ശിഷ്യന്മാർ അവര് ഹൃദയം ഭാരപ്പെട്ടിട്ട് ഉറങ്ങുന്നത് കണ്ടു. ഹൃദയഭാരം, ഇതൊക്കെ സംഭവിച്ച് അവരുറങ്ങുന്നു. കർത്താവ് ചോദിക്കുന്നുണ്ട്, ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയില്ലയോ എന്ന് കർത്താവ് പറഞ്ഞു. കാലത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. നമ്മളത് പ്രവചന പഠനത്തിൽ വിശദമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസ് 21:34-36 തൊട്ട് വരെയുള്ള വാക്യം, ലൂക്കോസ് 21:34-36 വരെയുള്ള വാക്യം, അവിടെ കർത്താവ് എന്താ പറഞ്ഞ്? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ നാൾ കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ഇത് കണി പോലെ വരുന്നത് എന്തുകൊണ്ടാ? അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ, ഇതുകൊണ്ട് ഭാരപ്പെട്ടിട്ട് കെണി പോലെ വരും. അത് വരാതിരിപ്പാനായിട്ട് സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. കർത്താവ് തന്നെ പറഞ്ഞു, ഉണർന്നിരിപ്പാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കുക, ഇതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ, നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. നമ്മുടെ കർത്താവിൻ്റെ 1-ാം വരവ് യഹൂദനുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചു. നോഹയുടെ കാലം പോലെ അവരറിയായക കൊണ്ട് അവരറിഞ്ഞില്ല. ശത്രു നിങ്ങൾക്ക് ചുറ്റും വടകോരി നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഞെരുക്കും. അവൻ്റെ 1-ാം വരവ് അവരറിഞ്ഞില്ല. നോഹയുടെ കാലത്തെ ജലപ്രളയം അത് വന്ന് മുടിച്ചു കളയുമല്ലോ, അവർ അറിഞ്ഞില്ല. ഇഗ്നറൻസ്, ഉറങ്ങിപ്പോയി, ക്ഷീണിച്ചുപോയി. എന്നാൽ നമ്മോട് പറഞ്ഞു, ബി അലേർട്ട്, നമ്മൾ ഉണർന്നിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടു. നമുക്ക് ഓരോ ദൗത്യങ്ങൾ നൽകി. ഞാൻ ഒരു ഭാഗം നിങ്ങൾക്ക് ചിന്തിക്കേണ്ടവർക്ക് വേണ്ടി ഒന്ന് ചൂണ്ടിക്കാണിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളൊന്നും അവിചാരിതമല്ല. ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് പോലും അവിചാരിതമായി വന്നിട്ടില്ല. ആ വാക്കൊന്ന് ചൂണ്ടിക്കാണിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം എടുത്താട്ടെ. അവിടെ കർത്താവ് 13-ാം അധ്യായത്തിൻ്റെ 28 തൊട്ടുള്ള വാക്യം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ഉണർന്നിരിപ്പാനായിട്ട് ആവശ്യപ്പെട്ടു. അതിൻ്റെ 33 തൊട്ടുള്ള വാക്യം, സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. വീണ്ടും 9-ാം വാക്യം, വീട്ടുകാർ കഴിഞ്ഞ് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ച പോലെ തന്നെ യജമാനൻ, അടുത്ത ഭാഗം നോക്കിക്കാട്ടെ, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുന്നും അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഈ വാക്യം കർത്താവ് പറഞ്ഞത് അവിചാരിതമല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവദാസന്മാരുണ്ട്. 3 യാമങ്ങൾ എടുത്ത് ഇവിടെ പറഞ്ഞു. സമയമെടുത്ത് പറഞ്ഞു. റോമാക്കാര് 3 മണിക്കൂറുള്ള 4 യാമങ്ങളെയാണ് അവർ രാത്രിയെ വേർതിരിച്ചത്. രാത്രി 12 മണിക്കൂർ, 3 മണിക്കൂറുള്ള 4 യാമങ്ങൾ. എന്നാൽ യഹൂദന്മാർ 4 മണിക്കൂറുള്ള 3 യാമമാണ് അവർക്കുള്ളത്. ഇവിടെ കർത്താവ് പറയുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് അതുപോലെ ഒരു കാലഘട്ടം കർത്താവ് ചൂണ്ടിക്കാണിക്കുക. 1 സന്ധ്യയ്ക്കോ. ആദിമസഭ എന്തോ സംഭവിച്ചു? അവരിങ്ങനെ ഉറങ്ങി ഒരു സന്ധ്യയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി. ആദ്യ സ്നേഹം വിട്ടു, ഒരു സന്ധ്യയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നുപോയി. അവിടെ കൊണ്ട് തീർന്നില്ല. അവിടെ ചെന്നിട്ട് രണ്ടാമത് കർത്താവ് പറഞ്ഞു, അർദ്ധരാത്രിക്കോ. സഭായുഗത്തിൽ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായി, 1000 വർഷങ്ങളോളം. ഡാർക്ക് ഏജ് അതും കഴിഞ്ഞു. പിന്നെ കോഴി കൂകുന്ന നേരം, നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം, മാർട്ടിൻ ലൂതറും മറ്റും കാഹളമൂതിയ ഒരു കാലഘട്ടം. കോഴി കൂകുന്ന നേരം, ദാറ്റ് വാസ് എ റിഫോർമേഷൻ ടൈം, നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം. അപ്പോഴും കർത്താവ് വന്നില്ല. അതിൻ്റെ ശേഷം രാവിലെയോ ഒരു പ്രഭാതവേള,
ലോകത്തിലാകമാനം സുവിശേഷമായി കടന്നുപോയി. ഈ 3 സമയത്തും വന്നില്ല. സഭ സന്ധ്യയിൽ കടന്നപ്പോൾ വന്നില്ല, അർദ്ധരാത്രിയിൽ കടന്നുപോയപ്പോൾ വന്നില്ല, കോഴി കൂകുന്ന നേരത്ത് അവേക്കനിങ് ടൈമിൽ വന്നില്ല, രാവിലെ ഉണർന്നു കഴിഞ്ഞു ആ സമയത്തും വന്നില്ല. അത് കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. എന്നിട്ട് എടുത്ത് പറഞ്ഞു, അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന്. സഭാചരിത്രത്തിൽ ഇത് 4 കഴിഞ്ഞ് ലിറ്ററലി കഴിഞ്ഞുപോയി. സഭാചരിത്രത്തിൽ ഈ 4 ഘട്ടവും കഴിഞ്ഞ് ഒരു അടുത്ത സ്റ്റേജിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ ഉണർന്നിരിക്കണം, ഉറങ്ങിപ്പോകരുതെന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ആ ഭാഗം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണെന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. അന്ന് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടു, പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ്. നിങ്ങൾ വസ്ത്രം മാറ്റി, ഈ രാത്രിയുടെ വസ്ത്രമൊക്കെ മാറ്റി പകലിൻ്റെ വസ്ത്രം നിങ്ങൾ ധരിക്കണം. എന്തുവാ പകലിൻ്റെ വസ്ത്രം? പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ്. 2 വാക്യം നമുക്ക് നോക്കാം. 12ാം വാക്യം നോക്കിയാട്ടെ. രാത്രി കഴിവാറായി, പകലെടുത്തിരിക്കും, അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവേൻ. 2 14ാം വാക്യം, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവേൻ. അല്പസമയം നമുക്ക് അവിടെ നോക്കാം. അതോടെ നോക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അവിടെ ഇട്ട് നോക്കിയാട്ടെ. നിങ്ങൾ ഈ സമയം നിങ്ങൾ അറിയുന്നത് കൊണ്ട് ആദ്യം വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ്. നമ്മൾ ആദ്യം ഓർക്കണം, ആർമർ എന്ന് പറയുന്നത് സർവായുധം അല്ലെങ്കിൽ ആയുധവർഗം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇംഗ്ലീഷിൽ വായിച്ചാൽ പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ് എന്നാണ്. ആർമർ എന്തിനാണ്? ഇറ്റ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ. ഇറ്റ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതാണ് ആർമർ? ലൈറ്റാണ്, വെളിച്ചത്തിൻ്റെ ആയുധവർഗം. വെളിച്ചമുണ്ടെങ്കിൽ എന്തിനെയാണ് വെളിച്ചം എതിർക്കുന്നത്? ഇരുട്ടിനെയാണ്. സോ ലൈറ്റ് ഈസ് ടു പ്രൊട്ടക്റ്റ് യു ഫ്രം ഡാർക്ക്നെസ്. നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വെളിച്ചം ധരിക്കേണ്ടത്. ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8:12, 12:16, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, 12:16 ആ വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യോഹന്നാൻ 3:19 ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. 5:14 നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മത്തായി 5:14 യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ്. പ്രകാശത്തിൻ്റെ അത് ആയുധവർഗം ധരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ലോകം അന്ധതയിലാണ്, ഈ ലോകം ഇരുട്ടിലാണ്, ഈ ലോകം പൂർണ്ണമായ ഇരുട്ടാണ്. നമുക്ക് മറ്റൊരു ഭാഗം എൻ്റെ മനസ്സിൽ ഓടി വരുന്നു. തെസ്സലോനിക്ക ലേഖനം നിർത്താട്ടെ. തെസ്സലോനിക്ക ലേഖനം, കർത്താവിൻ്റെ വരവ് നിങ്ങൾക്ക് കള്ളനെ പോലെ സംഭവിക്കില്ല എന്ന് പൗലോസ് തെസ്സലോനിയ വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ നമ്മെ സംബന്ധിച്ച് എഴുതിയൊരു വാക്യമാണ്. ആ ഭാഗത്തിൽ ഓർപ്പിക്കുന്ന കാര്യം ഞാനൊന്ന് കാണിച്ചോട്ടെ. എന്തുകൊണ്ടാണ് കള്ളനെ പോലെ സംഭവിക്കാത്തത്? 1 തെസ്സലോനിയർ 5-ാം അധ്യായം, 1 Thessalonians chapter 5, അവിടെ രേഖപ്പെടുത്തി കർത്താവിൻ്റെ നാള് കള്ളനെന്ന പോലെ വരും. എന്നാൽ സഹോദരന്മാരെ, 4-ാം വാക്യം, നിങ്ങൾ ആ നാൾ കള്ളനെന്ന പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടുള്ളവരല്ല. 5-ാം വാക്യം, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും. വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാണ്. സൺസ് ഓഫ് ലൈറ്റ്, സൺസ് ഓഫ് ദ ഡേ. നമ്മൾ ഓർക്കണം, ബൈബിളിൽ ഇങ്ങനെയുള്ള പ്രയോഗം കാണുന്നുണ്ട്. ഇടിമക്കൾ, ബലയാലിൻ്റെ മക്കൾ, പുനരുത്ഥാനത്തിൻ്റെ മക്കൾ, വെളിച്ചത്തിൻ്റെ മക്കൾ. ഇതൊരു പ്രയോഗമാണ്. ഇറ്റ് ഈസ് എ കോമൺ ഇഡിയം. ഹീബ്രു ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദമാണ്. നമ്മുടെ ക്യാരക്ടറിനെ കാണിക്കുന്നതാണ് വെളിച്ചത്തിൻ്റെ മക്കൾ. ഇരുട്ടിൻ്റെ മക്കൾ ഇരുട്ടിൻ്റെ പ്രവൃത്തിയുമായി നടക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളുടെ ക്യാരക്ടർ വെളിച്ചത്തിൻ്റെ മക്കളാണ്. സൺസ് ഓഫ് തണ്ടർ, ഇടിമക്കൾ, അവർ ആ സ്വഭാവമാണ്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മളെ ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളോട് ആവശ്യപ്പെട്ടു, ഈ ഇരുട്ടിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു വെക്കണം, രാത്രി ധരിച്ച വസ്ത്രങ്ങളൊക്കെ മാറ്റി വെക്കണം. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ക്യാരക്ടറൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്തോ ധരിക്കാൻ പറഞ്ഞു? വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ്, പുട്ട് ഓൺ ദ ആർമർ ഓഫ് ലൈറ്റ്. എന്നിട്ട് എടുത്ത് പറഞ്ഞു, അതിൻ്റെ 14-ാമായി, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചോൾ. ഇത് രണ്ടും ഒന്നാണ്. യേശുക്രിസ്തു ആരാണ്? വെളിച്ചമാണ്. യേശുക്രിസ്തു വെളിച്ചമാണ്, ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചം. നമ്മൾ ഓർക്കണം, 1 യോഹന്നാൻ 1:7 രേഖപ്പെടുത്തി, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ
നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ, സോന്മാരെ, അത്ര വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നെങ്കിൽ, ഈ വെളിച്ചത്തിൻ്റെ ആയുധം നമ്മൾ ധരിക്കുന്നെങ്കിൽ, ഒരു കാര്യം നമുക്കറിയാം, നമ്മളിലുള്ള അഴുക്കുകളും ചെളിയും ഒക്കെ കാണാൻ കഴിയും. ഇരുട്ടിലാണെങ്കിൽ അതൊന്നും മനസ്സിലാകത്തില്ല. വെൻ യു ആർ ഇൻ ഡാർക്ക്നെസ് യു വിൽ നെവർ സീ യു വാട്ട് ഈസ് ഓൺ യു. നിങ്ങളിലുള്ളതൊന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ വെളിച്ചത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്നിലുള്ള കുറവുകളും എൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുക, യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കുക. ക്രിസ്തുവിനെ തന്നെ ധരിക്കാനായിട്ട് ആവശ്യപ്പെടും. ഈ ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളത് ഞാൻ 1-2 കാര്യം കൂടി ഓർമ്മിച്ചോട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 27. അവിടെ യേശു ക്രിസ്തുവിനെ ധരിക്കാൻ ആവശ്യപ്പെട്ടു. 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റയ്ക്ക് നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. സ്നാനമേറ്റ നമ്മൾ നമ്മുടെ പഴയ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. ക്രിസ്തു എന്ന വസ്ത്രം നമ്മൾ ഓർക്കുക, വെൻ ടു അവേക്ക്, സമയം കഴിഞ്ഞു നമ്മൾ എഴുന്നേക്കാൻ. ഡ്രസ്സ് ചെയ്യണം, രാവിലെ പുറത്തു പോകാൻ. ആ ഡ്രസ്സ് എന്താണ്? ആ ഇരുട്ടിൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വെളിച്ചത്തിൻ്റെ വസ്ത്രം ക്രിസ്തുവിനെ തന്നെ ധരിക്കണം. 1 തെസ്സലോനിക്കർ 5:8 അവിടെ വായിക്കുന്നുണ്ട്. പുട്ട് ഓൺ, ധരിക്കാൻ പറഞ്ഞ ഒരു കാര്യം 5:8 വാക്യം, വിശ്വാസവും സ്നേഹം എന്ന കവചം ശിരസ്ത്രമായ പ്രത്യാശയും ധരിച്ചു കൊള്ളുക. പുട്ടിങ് ഓൺ ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്. ഫെയ്ത്ത് ആൻഡ് ലവ്, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്. നോക്കുക, ബ്രസ്റ്റ് പ്ലേറ്റ്, മാർവിൽ ധരിച്ചിരിക്കുന്നത് ഫെയ്ത്ത് ആൻഡ് ലവ് ആണ്. നമ്മളൊരാളെ ആലിംഗനം ചെയ്യുന്നത് മാർവ് കൊണ്ടാണ്. ആ 2 മാർവ്, വിശ്വാസവും സ്നേഹവും, അത് ധരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. കൊലോസ്യർ 3:14, കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 14, 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പേൻ. എബവ് ഓൾ ദിസ് പുട്ട് ഓൺ ലവ്. സ്നേഹം ധരിക്കുക, സ്നേഹവും വിശ്വാസം എന്ന കവചം ധരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. നമ്മൾ ആ 12-ാം വാക്യം നോക്കിക്കാട്ടെ. 13:12, രാത്രി കഴിവാറായി. 13-ാം വാക്യം, പകൽ സമയത്തെന്ന പോലെ മര്യാദ, വെറിക്കൂത്തുകൾ, മദ്യപാനങ്ങൾ, ശയനമോഹങ്ങൾ, ദുഷ്കാമങ്ങൾ, പിണക്കം, അസൂയ, ഇതൊക്കെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. ഇതൊക്കെ നമ്മൾ ഉരിഞ്ഞു കളയേണ്ടതാണ്. പുട്ടവേ, ഇത് ഉപേക്ഷിച്ച് കളയണം. അവിടെയുള്ള ഓരോ പാപങ്ങളും വിശദമായി നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. പക്ഷേ അത് എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല. ശയനമോഹം, ആംപ്ലിഫൈഡ് ബൈബിളിൽ, നോട്ട് ഇൻ ഇമോറാലിറ്റി ഓർ ഡിബഞ്ചറി. ശയനമോഹം അത് ദുഷ്കാമ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള മോഹം, 7-ാം കൽപ്പനയുടെ ലംഘനം. അതാണ് അവിടെ എടുത്തു പറഞ്ഞത്. അൺക്ലീൻനെസ്, അതൊന്നും നമ്മളിൽ കാണാൻ പാടില്ല. അസൂയയിലും പിണക്കത്തിലുമല്ല. ബട്ട് ഓൺ ദ കോൺട്രറി പുട്ട് ഓൺ ദ ലോർഡ്. യേശു ക്രിസ്തുവിനെ ധരിക്കുക. ഞാൻ ഇവിടെ നിർത്തുകയാണ്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആ വാക്കുകൂടെ ഞാനൊന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കാം. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ചിന്തയാണ്. ഫോർ എ മാൻ തിങ്കeth in his heart so easy. ഒരു മനുഷ്യൻ്റെ ചിന്ത അവനെ വാസ്തവത്തിൽ പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ ഓർക്കുന്നൊരു വാക്യം കൂടെ വായിച്ച് നിർത്താം. യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് സേറ്റൻ വന്നു. അവനെ പരീക്ഷിക്കാൻ സാത്താൻ അടുത്ത് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. ആ വാക്യം നോക്കിയാട്ടെ. ലോകത്തിൻ്റെ പ്രഭു വരുന്നു. സാത്താൻ വരികയാണ്. The ruler of the world comes and in me he has nothing. അതിൻ്റെ ആശയം നിങ്ങൾ ചിന്തിച്ചോ? The ruler of the world comes and in me he has nothing. അവന് കോമൺ ആയിട്ടുള്ളതൊന്നും എന്നിലില്ല. കേട്ടോ, സാത്താൻ അടുത്ത് വരുമ്പോൾ നമ്മളെ പരീക്ഷിക്കുമ്പോൾ യോസേഫിൻ്റെ അടുക്കൽ സാത്താൻ വന്നു. പൊത്തിഫറിന്റെ ഭാര്യ മാത്രമുള്ളൊരു സന്ദർഭം, പാപത്തിൽ യോസേഫിനെ വീഴ്ച കളയുവാൻ പറ്റുന്നൊരു സന്ദർഭത്തിൽ സാത്താൻ അവരെ പരീക്ഷിക്കുകയാണ്. പക്ഷേ യോസേഫിൻ്റെ ഉള്ളിൽ പാവമില്ല. യോസേഫിന് അങ്ങനെയുള്ള ആഗ്രഹമില്ല.
യേശുക്രിസ്തു പറഞ്ഞ വാക്കോർത്താട്ടെ, Satan is coming but he has nothing in me. എന്നിലും നിങ്ങളിലും നമ്മൾ വായിച്ച പോലെ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തനായിട്ടുള്ളത് ചിന്തിക്കരുത്. അൺലെസ് യു കീപ് യുവർ ഹാർട്ട് ക്ലീൻ, യു വോണ്ട് ബി എ ക്ലീൻ പേഴ്സൺ. നിങ്ങളുടെ മനസ്സ് ശുദ്ധിയുള്ളതായി സൂക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ളൊരു മനുഷ്യനായി തീരത്തില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉന്നതമായൊരു ക്രിസ്തീയ ജീവിതം പൊതുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി നല്ല പൗരന്മാരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ച് നല്ല പൗരന്മാരായി ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഞങ്ങൾ വിനയപ്പെട്ട് നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾ ഇരുട്ടിൻ്റെ മക്കളായിരുന്നു, ഇരുട്ടിൽ ജീവിച്ചവരാണ്, ഞങ്ങൾ ഇരുളായിരുന്നു. തിരുവചനത്തിൽ വായിക്കുന്നു, ഞങ്ങളെ ഇപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളാക്കി, ഞങ്ങളെ പകലിലുള്ളവരാക്കി. ഞങ്ങളോട് പറഞ്ഞു, ഇരുട്ടിൻ്റെ സകല നിഷ്ഫല പ്രവൃത്തികളെയും ഉരിഞ്ഞു കളയണം, ഞങ്ങളൊരു പുതിയ വസ്ത്രം ധരിക്കണം, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിപ്പാൻ, ക്രിസ്തുയേശുവിനെ തന്നെ ധരിപ്പാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കർത്താവിനെ ധരിക്കുമ്പോൾ ഞങ്ങളത് ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സ്നാനപ്പെട്ട സമയം കർത്താവെ ക്രിസ്തുവിനെ ഞങ്ങൾ ധരിക്കുകയായിരുന്നു. ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണുവാൻ, ഞങ്ങൾ ഇരുട്ടിൽ ജീവിക്കുമ്പോൾ ഞങ്ങളിലുള്ള പ്രകാശം ഞങ്ങളെ ആ ഇരുട്ടിൽ നിന്ന് അകറ്റി നിർത്തി ഞങ്ങൾ വ്യത്യസ്തരായി തീരുവാൻ ഞങ്ങളെ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിക്കണം കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നിൻ്റെ വിലയേറിയ വചനത്തിനായി സ്തോത്രം. നിൻ്റെ വചനം ഞങ്ങൾ പാടിയതുപോലെ മാധുര്യമുള്ളതാണ്, ഞങ്ങളെ ജ്ഞാനികളാക്കുന്നതാണ്, ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ആശ്വാസം തരുന്നതാണ്. ഞങ്ങൾ ഓർത്തതുപോലെ ലോകത്തിൻ്റെ ഭരണകൂടങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം. ഈ ലോകത്തിൻ്റെ ഭരണകൂടങ്ങളെ ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങ് ഒരുക്കി തന്നതാണ്, അതോർത്ത് സ്തോത്രം. ഞങ്ങൾ നിൻ്റെ വചനത്തിൽ കേട്ടതുപോലെ ഞങ്ങൾ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുത്ത്, കീഴ്പ്പെടേണ്ടവർക്ക് കീഴ്പ്പെട്ട് ഞങ്ങളുടെ കടമകളെ നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങളിപ്പോൾ പിരിയുമ്പോൾ നിൻ്റെ കൃപ കൂടെ ഇരിക്കണം. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഒരു ദിവസം കഴിയില്ല. ഞങ്ങൾക്ക് എതിർപ്പുകൾ വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ്. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അനേക സംഭവങ്ങൾ ഞങ്ങളുടെ വഴിയിലുണ്ട്. ഞങ്ങളെ നീ മുറുകെ പിടിക്കണമേ. അങ്ങയുടെ ബലമുള്ള കരം കൊണ്ട് ഞങ്ങളെ മുറുകെ പിടിക്കണമേ. ഞങ്ങൾ അങ്ങേ കരയിലെത്തുവോളം ഞങ്ങളെ കൈവിടരുതേ കർത്താവേ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളെ വഴി നടത്തണം. ഞങ്ങളിനി കണ്ടുമുട്ടുവോളം ഞങ്ങളെ ആയിരിക്കുന്നിടത്ത് സൂക്ഷിക്കണം. സമാധാനവും ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ. അല്പകാലമേ ഞങ്ങളിവിടെ ഉള്ളൂ. ആ ദിവസങ്ങൾ ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കട്ടെ കർത്താവേ. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. ഞങ്ങളുടെ സ്തുതികളും സ്തോത്രങ്ങളും ആരാധനയൊക്കെ അവിടുത്തെ പിതാവേ പ്രിയപുത്രൻ്റെ നാമത്തിൽ ഇളയൊരു താഴ്മയായി അർപ്പിക്കുന്നു. കൃപയുണ്ടായി കൈക്കൊള്ളണം. ആമേൻ.